നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 3 മരണം. തിരുവനന്തപുരം കുളത്തൂരിൽ ബൈക്കിടിച്ച് വഴിയാത്രക്കാരനും ബൈക്ക് യാത്രികനും മരിച്ചു. വർക്കലയിൽ സ്വകാര്യ ബസ്സിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. അരുണാചലിലെ കൂട്ടമരണത്തിന് സൂത്രധാരൻ നവീൻ എന്ന അന്വേഷണ സംഘം. ആസൂത്രണം 7 വർഷങ്ങൾക്ക് മുൻപെന്നും അന്വേഷണ സംഘം. പാലക്കാട് വല്ലപ്പുഴയിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന പെൺകുട്ടി മരിച്ചു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഇന്നലെ. ഇടുക്കിയിലെ ചെറുകിട തേയിലത്തോട്ടങ്ങളിൽ റെഡ് സ്പൈഡർ രോഗം പടരുന്നു. കൊഴുന്തുൽപാദനം കുറഞ്ഞു. ആശങ്കയൊഴിയാതെ കർഷകർ. വിശദമായി നോക്കാം. അരുണാചൽ പ്രദേശിൽ മലയാളികളുടെ മരണത്തിൽ മുഖ്യ സൂത്രധാരൻ നവീൻ തന്നെയെന്ന അന്വേഷണ സംഘം. സംഭവം നവീൻ 7 വർഷം മുമ്പ് ആസൂത്രണം ചെയ്തതാണെന്നും അരുണാചൽ പ്രദേശ് തെരഞ്ഞെടുത്തത് വിശ്വാസത്തിന്റെ ഭാഗമായാണെന്നും അന്വേഷണ സംഘം പറയുന്നു. അന്യഗ്രഹ ജീവിതം സാധ്യമാകുമെന്നതിനാലാണ് ഉയർന്ന പ്രദേശം തെരഞ്ഞെടുത്തതെന്നും മറ്റൊരാളുടെ ഇടപെടലിന് നിലവിൽ തെളിവില്ലെന്നും അന്വേഷണ സംഘം വിലയിരുത്തി. സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം കുളത്തൂരിൽ വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. തമ്പുരാൻമുക്കിൽ അമിത വേഗതയിലെത്തിയ ബൈക്കിടിച്ചാണ് അപകടം. മണക്കാട് സ്വദേശി അൽ താഹിർ, സുനീഷ് എന്നിവരാണ് മരിച്ചത്. ബൈക്ക് യാത്രികനും കാൽനട യാത്രക്കാരനുമാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഒരാൾ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് അപകടം നടന്നത്. തിരുവനന്തപുരം വർക്കലയിൽ സ്വകാര്യ ബസ്സിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കായിക്കര കോവിൽത്തോട്ടം സ്വദേശി പ്രതിഭയാണ് മരിച്ചത്. രാവിലെ 6 മണിയോടെ മൈതാനം റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് അപകടം നടന്നത്. സ്കൂട്ടിയിൽ അമിത വേഗതയിൽ ഓവർടേക്ക് ചെയ്ത സ്വകാര്യ ബസിന്റെ പിൻഭാഗം ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. കൊല്ലത്ത് ഹോസ്റ്റലിൽ നഴ്സിംഗിന് പഠിക്കുന്ന മകളെ ട്രെയിൻ കയറ്റി വിടുന്നതിനായി വന്നതായിരുന്നു പ്രതിഭയും ഭർത്താവ് വിജയകുമാറും. വർക്കല വെഞ്ഞാറമൂട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ഹബീബി എന്ന ബസ്സാണ് ഇടിച്ചത്. 5 തെങ്ങ് സ്വദേശിയായ ഡ്രൈവറെ വർക്കല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കിയിൽ വീടിന്റെ മുറ്റത്തേക്ക് മറിഞ്ഞ വാഹനം ഒരാഴ്ച പിന്നിട്ടിട്ടും മാറ്റാൻ നടപടിയില്ല. നാരകക്കാനം സ്വദേശി ജസ്റ്റിന്റെ വീട്ടിലേക്കാണ് ലോറി മറിഞ്ഞത്. നിരവധി തവണ ഉടമസ്ഥനെ ബന്ധപ്പെട്ടിട്ടും ലോറി കൊണ്ടുപോകാൻ തയ്യാറായില്ലെന്നാണ് പരാതി. കഴിഞ്ഞ 30-നാണ് സപ്ലൈകോ ഗോഡൌണിൽ നിന്നും അരി കയറ്റി വന്ന ലോറി നാരകക്കാനത്ത് കുത്തിറക്കത്തിൽ നിയന്ത്രണം തെറ്റി താഴേക്ക് മറിഞ്ഞത്. വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന കാറും ഓട്ടോറിക്ഷയും ഷെഡും തകർന്നിരുന്നു. 2 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി വീട്ടുടമ പറഞ്ഞു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണവും സുരക്ഷാവേലി സ്ഥാപിക്കാത്തതുമാണ് അപകടങ്ങൾ പതിവാകാൻ കാരണമെന്നാണ് ആക്ഷേപം. മെയിൻ കെട്ടാണ് 6 കെട്ടിയിരിക്കുന്നത്. ആ കെട്ട് വരെ ഇടിഞ്ഞു പോയി. ഈ പൈസ ഒന്നും ചോദിച്ചില്ല. അവരെന്നോട് കാരണം മാന്യമായിട്ട് പെരുമാറി. അവരോട് പറഞ്ഞു വണ്ടി പൈസ തന്നേക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഓട്ടോറിക്ഷയും ഷെഡും പണിത് തന്നാൽ വേറെ ഒരു കേസും വേണ്ട എന്ന് പറഞ്ഞ് അവരെല്ലാം ഓക്കെ പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ ഇത് യഥാർത്ഥ ഓണർ ഒരു തമിഴനാണ്. പക്ഷേ RC ഓണർ കമ്മവട്ടിക്കാരനാണ്. പുള്ളി ഇതെല്ലാം വാക്കും പറഞ്ഞാൽ ഇപ്പോൾ അവർ ഈ 8 ദിവസമായിട്ടും വന്നില്ല. എനിക്ക് എന്റെ മമ്മി കിടപ്പ് രോഗിയാണ്. അപ്പം മിനിങ്ങാന്ന് മമ്മീനെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് നോക്കുമ്പോൾ എനിക്ക് വണ്ടി സ്ട്രെച്ചറായി പോലും ഇങ്ങോട്ട് ഇറക്കാൻ മേലാത്ത രീതിയിലെ മറ്റേ വീട് സിറ്റൗട്ട് ബ്ലോക്കായി കിടക്കുക. ഞാൻ അതിൻ്റെ പേരിൽ അപ്പോൾ എന്നോട് പറഞ്ഞു JCB വിളിച്ച് വണ്ടി വലിച്ചു മാറ്റുന്നത്. ഞാൻ തന്നെ എൻ്റെ സ്വന്തം റിസ്കിൽ JCBക്ക് കൊണ്ട് വണ്ടി മാറ്റിയിട്ടതിന് ശേഷം എനിക്കൊന്ന് ഒരു വീട്ടിൽ കാറ്റ് കയറായത്. അപ്പോൾ ഇപ്പോൾ അവർ പറയണത് വണ്ടി അവിടെ കൊണ്ടുപോയി പണിയാം ഇവർ പറയണമെന്നൊരു വ്യവസ്ഥയില്ലാതെ രീതിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ നഷ്ടം മുഴുവൻ തരാതെ വണ്ടി പെട്ടെന്ന് കൊണ്ടുപോവുകയും ചെയ്യണം, നഷ്ടം കിട്ടുകയും ചെയ്യണം. അതിനുള്ള എന്ത് നടപടിക്കും പോകാന്നുള്ള കണ്ടീഷനിലായിരിക്കുന്നു. പാലക്കാട് വല്ലപ്പുഴയിൽ അമ്മയും മക്കളും തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന മകൾ മരിച്ചു. ചെറുകോട് സ്വദേശി ശിഖയാണ് മരിച്ചത്. ശിഖയുടെ അമ്മ ബീന ഇന്നലെ മരിച്ചിരുന്നു. ഞായറാഴ്ച പുലർച്ചെ വീട്ടിനുള്ളിലാണ് അമ്മയെയും 2 മക്കളെയും പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. പത്തനംതിട്ടയിൽ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ ആൾ കിണറ്റിൽ വീണ് പരിക്കേറ്റു. അടൂർ മാരൂർ സ്വദേശി ഉണ്ണികൃഷ്ണനാണ് കാൽ വഴുതി വീണ് പരിക്കേറ്റത്. അടൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് ഉണ്ണികൃഷ്ണനെ രക്ഷപ്പെടുത്തിയത്. 50 അടി താഴ്ചയുള്ള കിണറ്റിലേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് കാൽ വഴുതി വീണത്.
കടുത്ത വേനലിലും കണ്ണിനും മനസ്സിനും കുളിരണിയിച്ച് കോഴിക്കോട്ടെ തെരുവുകളിൽ കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. മുക്കം അഗസ്ത്യമൊഴി അങ്ങാടിയിലെ താഴേക്കോട് AUP സ്കൂൾ മുറ്റത്തും കൊന്നമരം പൂവിട്ടത് മനോഹര കാഴ്ചയാണ്. അഗസ്ത്യമൊഴി അങ്ങാടിയിലെ താഴേക്കാട് AUP സ്കൂൾ മുറ്റത്ത് ഇപ്പോൾ കണിക്കൊന്നകൾ വസന്തം തീർക്കുകയാണ്. ഒരു ഇല പോലും ഇല്ലാതെ കണിക്കൊന്ന പൂത്തു നിൽക്കുകയാണ്. ഇക്കുറി കൊന്നമരങ്ങൾ നേരത്തെ പൂവിട്ടു. കടുത്ത വേനൽ ആയതുകൊണ്ട് വിഷുവിന് കണിയൊരുക്കാൻ കൊന്നപ്പൂ ഉണ്ടാകുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. അഗസ്ത്യമൊഴി അങ്ങാടിയിൽ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളെ ഈ കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത്. കാണാൻ ഒരുപാട് ആളുകൾ ഈ കണിക്കൊന്ന ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ ഇതിൽ പാസ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കണിക്കൊന്ന മനോഹരമാക്കുന്നതിന് വേണ്ടി അഗസ്ത്യമൊഴി സ്കൂളിലെ ആളുകൾ തന്നെ അതിന് ലൈറ്റിട്ട് രാത്രി കാലങ്ങളിലൊക്കെ ഒന്നും കൂടി സുന്ദരമായി ആക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കാഴ്ചയാണ് ഈ കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത്. ഇതിലൊരു ആശങ്ക എന്ന് വെച്ചാൽ ഈ കൊടും വേനലിൽ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവാണ്. നമ്മളെ വിഷു ആകുമ്പോഴത്തേന് ഈ പൂവൊക്കെ നിലനിൽക്കുമോ എന്നറിയില്ല. കൊന്നയുടെ ഭംഗി ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനും ഒരുപാട് പേർ എത്തുന്നുണ്ട്. കണിക്കൊന്നയുടെ ഭംഗി രാത്രിയും കാണാൻ സ്കൂൾ അധികൃതർ കൊന്നമരത്തിൽ പ്രത്യേക ലൈറ്റും സ്ഥാപിച്ചു. ന്യൂസ് 18 മുക്കം. ഇടുക്കിയിലെ ചെറുകിട തേയിലത്തോട്ടങ്ങളിൽ റെഡ് സ്പൈഡർ രോഗം പടരുന്നത് കർഷകരെ ആശങ്കയിലാഴ്ത്തുകയാണ്. ചെടികളിൽ ചുവപ്പ് നിറത്തിലുള്ള രോഗം ബാധിച്ചതോടെ കൊളുന്തുൽപാദനവും കുറഞ്ഞു. വൻ തുക കൊടുത്ത് കീടനാശിനികൾ വാങ്ങാൻ ചെറുകിട കർഷകർക്ക് കഴിയാത്തതിനാൽ ചെടികൾ ഉണങ്ങി നശിക്കുകയാണ്. പീരുമേട്ടിലെ ചെറുകിട തേയിലത്തോട്ടങ്ങളിൽ റെഡ് സ്പൈഡർ രോഗം പടരുന്നതും തേയില കൊളുന്ത് കരിഞ്ഞുണങ്ങുന്നതും കർഷകരെ ദുരിതത്തിലാക്കുകയാണ്. അതിസൂക്ഷ്മമായ ചുവന്ന നിറത്തിലുള്ള അണുക്കൾ ചെടിയുടെ ജലാംശം ഊറ്റിക്കുടിച്ച് നശിപ്പിക്കുകയാണ്. രോഗം പടർന്നതോടെ പീരുമേട് താലൂക്കിൽ തേയില ഉൽപാദനവും ഗണ്യമായി കുറഞ്ഞു. ചൂട് കൂടിയതോടെ ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളിൽ തേയിലക്കൊളുന്ത് കരിഞ്ഞുണങ്ങാനും തുടങ്ങി. മികച്ച വില ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം കുറഞ്ഞത് കർഷകരെ ആശങ്കയിലാക്കുകയാണ്. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ആ തായിലയുടെ നീര് ഈ സ്പൈഡർ ഊറ്റി കുടിക്കുകയും അതുവഴി ഈ തായില വീണു പോവുകയും ആ തായില വീണു പോയി കഴിഞ്ഞാൽ പിന്നെ 90 ദിവസം കഴിഞ്ഞാൽ അടുത്തൊരില പാകമായി വരുള്ളൂ. അപ്പോഴത്തേക്കും തേയില ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടാകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനടിക്കുന്ന മരുന്ന്, അതായത് വിഷം എന്ന് പറയുന്നത് അതിന് 1500 രൂപ മുതൽ ഏതാണ്ട് 4000 രൂപ വരെയുള്ള മരുന്നുകളാണുള്ളത്. അത് മേടിച്ച് അടിച്ച് സാധാരണ ഒരു കർഷകനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരവസരമാണിത്. തേയിലത്തോട്ടങ്ങളിൽ പൂപ്പൽ ബാധയും രൂക്ഷമാണ്. തോട്ടം ഉടമകളും ചെറുകിട തേയില കർഷകരും പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. കയ്യോലിൻ എന്ന വെളുത്ത പൊടി തളിക്കുകയാണ് കൊളുന്ത് കരിയലിന് ഏക പ്രതിരോധ മാർഗം. ഇത് തളിക്കുന്നതോടെ വെയിലിന്റെ കാഠിന്യത്തിൽ നിന്ന് ചെടികൾക്ക് രക്ഷ നേടാൻ സാധിക്കും. എന്നാൽ വൻകിട തോട്ടങ്ങളിൽ മാത്രമേ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയൂ. വൻതുക മുടക്കാൻ സാധിക്കാത്തതിനാൽ ചെറുകിട കർഷകർക്ക് രോഗബാധയാൽ ചെടികൾ നശിക്കുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കൂ. ന്യൂസ് 18 ഇടുക്കി. മൂവാറ്റുപുഴയിലെ ആൾക്കൂട്ട മർദ്ദനത്തിൽ അരുണാചൽ പ്രദേശ് സ്വദേശി അശോക് ദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. കോടതിയിൽ പോലീസ് അപേക്ഷ നൽകും. കേസിൽ 10 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നു.
മോട്ടോർ തകരാറിലായതോടെ ഇടുക്കി ഉപ്പുതറയിൽ കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലായി. ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച മോട്ടോറാണ് തകരാറിലായത്. 4 മാസമായി അമ്പലപ്പാറ തപോഗിരി മലമുകളിലെ 113 കുടുംബങ്ങളുടെ കുടിവെള്ള വിതരണമാണ് ഇതോടെ മുടങ്ങിയത്. 2016-17 ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് അമ്പലപ്പാറ തപോഗിരി ശുദ്ധജല വിതരണ പദ്ധതിക്ക് 41 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയത്. തുടക്കകാലം മുതൽ കുടിവെള്ള പദ്ധതികൾ വിവിധ പ്രതിസന്ധികൾ നേരിട്ടു. ഇതിനിടെയാണ് മോട്ടോർ അടിക്കടി തകരാറിലായി ജലവിതരണം മുടങ്ങിയത്. പുതിയ മോട്ടോർ വേണമെന്ന ആവശ്യം ശക്തമായതോടെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് 2.6 ലക്ഷം രൂപ ചിലവഴിച്ച് പുതിയ മോട്ടോർ സ്ഥാപിച്ചു. എന്നാൽ 1 വർഷം തികയും മുൻപ് ഈ മോട്ടോറും പണിമുടക്കി. ഇപ്പോൾ 4 മാസമായി ജലവിതരണം നിലച്ചിരിക്കുകയാണ്. ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും കൂടി എല്ലാവർക്കും ഉള്ള വെള്ളമായിരുന്നു. ഇന്നെ രാഷ്ട്രീയക്കാരില്ല. രാഷ്ട്രീയം കളിക്കുന്നവർ കളിച്ചോട്ട് അവർ മുതലെടുത്തോണ്ട് കുഴപ്പമില്ല. പാവങ്ങളായി ഞങ്ങൾക്ക് വെള്ളം കിട്ടണം. അതിനുവേണ്ടിയുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആരെ വിളിച്ചാലും ശരി, വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല, അതിന് മറുപടിയില്ല. 2 കിലോമീറ്ററോളം ദൂരം മലയിറങ്ങി തലച്ചുമടായാണ് നാട്ടുകാർ കുടിവെള്ളം ശേഖരിക്കുന്നത്. ഒപ്പം വലിയ വില നൽകി കുടിവെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് ആനക്കരയിലെ കുമ്പിടി കുറ്റിപ്പുറം കരിയാമ്പാട്ട് പാലം അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി. 1/2 നൂറ്റാണ്ട് പഴക്കമുള്ള പാലം പുനർനിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം അധികൃതർ പരിഗണിക്കുന്നില്ലെന്നാണ് പരാതി. നിരവധി വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നുപോകുന്നത്. അടുത്തിടെ പാലത്തിന് മുകളിൽ ടോറസ് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട ലോറി കൈവരിയിലിടിച്ച് അപകടത്തിൽപ്പെട്ടിരുന്നു. മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാനോ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനോ അധികൃതർ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. അപ്പോൾ പെട്ടെന്നൊരു വണ്ടി അവിടുന്ന് വരുമ്പോൾ ഈ പാലത്തിലോട്ടാണ് എത്താറുള്ളത്. 2 വണ്ടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ 2 വണ്ടി സെയിം ടൈമിൽ നമ്മൾ പാസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. പിന്നെ ഒന്ന് ഇത് ഈ പാലം പണി കഴിഞ്ഞിട്ട് ഏകദേശം 40 വർഷത്തിലേറെ ഈ പാലം പണി കഴിഞ്ഞിട്ടായി. നമ്മൾക്ക് ജനിക്കുന്നതിന് മുമ്പുള്ള പാലമാണ്. അതിന് ഇതുവരെ ഇതിൻ്റെ പുനർനിർമ്മാണം നടന്നിട്ടില്ല. പിന്നെ ഒരാൾക്ക് ഇതിൽ കൂടെ ഒരു വണ്ടി വന്ന ഒരാൾക്ക് നടന്നു പോകാനുള്ളൊരു സ്പേസ് ഇല്ല. അപ്പോൾ എന്തായാലും ഇതിനൊന്ന് വീതി കൂട്ടണം. പിന്നെ ഇതിൻ്റെ ഒരു പുനർനിർമ്മാണം നടക്കും വേണം. ഈ ഒരു പാലം ഒരുപാട് കാലമായിട്ട് ഇവിടെ കൃഷിക്ക് ഉപയോഗിക്കുന്ന ചീർപ്പാണ്. ആ ചീർപ്പ് ഇപ്പോൾ താഴ്ത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല 15 അടിയോളം താഴ്ചയുള്ള ഈ സ്ഥലത്തെ ഇനി മറ്റൊരു അപകടം വരാതിരിക്കണമെങ്കിൽ അധികൃതർ കണ്ണു തുറക്കുക തന്നെ വേണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നാട്ടുകാരൊന്നിച്ച് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇപ്പോൾ അധികൃതരുടെ മുന്നിൽ വെക്കുന്നത്. ഇടുക്കി മാങ്കുളത്തെ മൂന്നാറുമായി ബന്ധിപ്പിക്കുന്ന വിരിപ്പാറ ലക്ഷ്മി മൂന്നാർ റോഡ് യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മാങ്കുളത്തേക്കും മൂന്നാറിലേക്കുമെല്ലാം ആയിരക്കണക്കിന് ആളുകളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. കൈനകരി വെള്ളച്ചാട്ടവും ടൈഗർ കേവുമെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക്. നിയമസഭയിൽ പൊളിച്ചടുക്കി. അതുമായിട്ട് സുപ്രീം കോടതി പോകാൻ പറ്റില്ല. സുപ്രീം കോടതിയിൽ അത് പറഞ്ഞില്ല. കേരളം മുഴുവൻ മുഖ്യമന്ത്രി പ്രസംഗിച്ച, ധനകാര്യമന്ത്രി പ്രസംഗിച്ച 57,600 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് സുപ്രീം കോടതിയിലെ റിറ്റ് പെറ്റീഷനിൽ പറഞ്ഞില്ല. കാപഢ്യമാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. ഇവര് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി. അഴിമതി കൊണ്ട്, കെടുകാര്യസ്ഥത കൊണ്ട്, ധനകാര്യ മിസ്മാനേജ്മെന്റ് കൊണ്ട്, ടാക്സ് പിരിക്കാതെ GST സംവിധാനം തകർത്ത് ഇവര് കേരളത്തെ ഇപ്പോൾ ദയാവധത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പിണറായി സർക്കാർ ദയാവധത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതാണ് സംഭവം. അതെല്ലാം വളരെ കൃത്യമായിട്ട് പേജ് 8 വായിച്ചു നോക്കിയാൽ മതി. പേജ് 8 വായിച്ചാൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം ഈ ഭരണഘടനാ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് ഉണ്ടാക്കിയ എല്ലാ നിയമങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ആസാമിൽ പോയി പബ്ലിക് മീറ്റിംഗ് നടത്തി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൌരത്വ നിയമം റദ്ദാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് നേരത്തെ തന്നെ വാഗ്ദാനം നൽകുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന ഏത് നിയമം കഴിഞ്ഞ 10 കൊല്ലം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾ റദ്ദ് ചെയ്യും. അതിന്റെ അകത്ത് പൌരത്വ നിയമവും വരും. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പൌരത്വ നിയമം റദ്ദാക്കുക തന്നെ ചെയ്യും. പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ക്ലിയർ പറയുമ്പോഴും പേജ് നമ്പർ 8 വായിക്കാൻ പറയുമ്പോഴും കേരളത്തിൽ LDF ഈ CA വിഷയമാണ് ഉയർത്തിക്കാട്ടുന്നത്. കോൺഗ്രസിന് അതിൽ നിലപാടില്ല എന്ന് പറയുന്നു. പക്ഷെ അത് വ്യക്തമായി കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ ആ പ്രകടന പത്രികയിൽ എഴുതി വെച്ചാൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് ഒറ്റ വരി എഴുതിയ തീരാവുന്ന പ്രശ്നമായിരുന്നില്ലേ? ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്
ഞങ്ങളുടെ പ്രകടന പത്രികയിലും അത് വേണ്ട രീതിയിൽ ഫലപ്രദമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത്, പ്രചരണ സമയത്ത് ആകെ ഒരു അജണ്ട ഉണ്ടാകാൻ പാടുള്ളൂ, പൌരത്വ നിയമം. എന്താ അതിന്റെ ഗുണം? ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനരോഷം, അമർഷം ഇതൊന്നും ചർച്ച ചെയ്യപ്പെടരുത്. അതിനുവേണ്ടിയിട്ടാണ് അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സ്നേഹം പൌരത്വ നിയമ വിരുദ്ധ പ്രക്ഷോഭങ്ങളോടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പഴയ കേസൊന്നും പിൻവലിക്കാത്തത്? ഇപ്പോഴും ആ കേസൊക്കെ പെൻഡിംഗ് ആണല്ല. മുഖ്യമന്ത്രി വാക്ക് തന്നല്ലേ കേസ് പിൻവലിക്കുമെന്ന്. ഞങ്ങൾക്കെതിരെ അടക്കമുള്ള കേസുകളുണ്ടല്ലോ, ഒറ്റ കേസ് പിൻവലിച്ചില്ലല്ലോ. BJPയെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി പൌരത്വ നിയമത്തിനെതിരായി നടന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തവർക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. 100 കണക്കിന് കേസുകൾ കേരളത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ. അന്ന് എവിടെയായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ ആത്മാർത്ഥത? ഒരു ആത്മാർത്ഥതയിൽ ഇത് കാപഢ്യമാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരായും കേരള സർക്കാരിനെതിരായും ഉള്ള ജനരോഷം, അതിന്റെ അമർഷം, LDF സ്ഥാനാർത്ഥികൾ ആളുകളെ കാണാൻ പോകുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് എല്ലായിടത്തും നിന്ന്. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഉത്സവത്തിന്റെ ഭാഗമായിട്ട് 10 മുതൽ 12 വരെയുള്ള കുട്ടികൾക്കാണ് ഈ സിനിമ കാണിച്ചു കൊടുത്തത്. ഒരു ശരിയായ പ്രവണതയാണ്. അല്ലല്ല, അതൊരു തെറ്റായ സമീപനമാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്നത് അതൊരു ശരിയായ കഥയല്ല. അത് കേരളത്തെ അപമാനിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണ്. കേരളത്തിൽ നിങ്ങൾ പറ, കേരളത്തിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? കേരള സ്റ്റോറിയിൽ കാണുന്ന സംഭവം കേരളത്തിലുണ്ടോ? കേരളത്തിൽ ഇല്ലാത്തൊരു കാര്യം കേരളത്തിൽ ഉണ്ട് എന്ന് വരുത്തി ഒരു കഥയുണ്ടാക്കി ഈ സംസ്ഥാനത്തെ അപമാനിക്കുന്ന കേരള സ്റ്റോറിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾ ദൂരദർശനിൽ പോലും പബ്ലിഷ് ചെയ്തെന്ന് എഴുതി കൊടുത്ത ആളല്ലേ. അതെല്ലാം അതൊക്കെ UDFന്റെ തീരുമാനമാണ്. UDFന്റെ 20 സ്ഥാനാർത്ഥികൾക്കും ബാധ്യതയാണ്. പ്രേമേന്ദ്രൻ എന്താ വേറെ വല്ലവരും അല്ലല്ലോ, ഇതിനകത്ത് പെടുന്ന ആളല്ലേ. ആ 20 സ്ഥാനാർത്ഥികളാണ്. വേറെ പ്രത്യേക പ്രിവിലേജ് ഒന്നും പ്രേമേന്ദ്രനില്ല. പ്രേമേന്ദ്രൻ അടക്കമുള്ള മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും ബാധകമായിട്ടുള്ള കാര്യം. അതൊക്കെ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവരുടെ വോട്ട് കിട്ടണമെന്ന് പറയും. എല്ലാവരും വോട്ട് ചെയ്യും. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടല്ലേ വോട്ട്, അത് അവർ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഞങ്ങൾ ചെയ്തത് എന്താ? ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കും. അതാണ്, അത് ക്ലിയറാണ്. അത് ദാറ്റ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ്. അല്ല, ഞങ്ങളൊരു ചർച്ചയും നടത്താതെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് അവർ പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഒരു തർക്കത്തിലും പോകണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും ധീരമായ നിലപാടെടുത്ത UDFനെ നിങ്ങൾ അഭിനന്ദിക്കാതെ. വേറെ ആണെങ്കിൽ അല്ല CPMനെ പോലെ ആരെങ്കിലുമാണ് ഇത് ചെയ്തതെങ്കിൽ നിങ്ങൾ എന്ത് ആഘോഷമായിരുന്നേനെ. CPMന്റെ പുരോഗമന മതേതര നിലപാട് എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുമല്ല. എന്നിട്ട് ഇപ്പോഴും നമ്മളോട് ചോദ്യം ചോദിച്ചു നടക്കുകയാണ്. ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു നിലപാട് കേരള രാഷ്ട്രീയത്തിൽ 1/2 നൂറ്റാണ്ട് കാലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും എടുക്കാത്ത ധീരമായ നിലപാടാണ്. ഇനി അതിനെക്കുറിച്ച് ചർച്ച വേണ്ട. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. ഞങ്ങൾക്ക് അത്തരം സംഘടനകളുടെ പിന്തുണ വേണ്ടെന്നാണ്. കഴിഞ്ഞ ദിവസം ശശി തരൂരിന്റെ പ്രചരണത്തിന് പോയപ്പോൾ അദ്ദേഹത്തെ കൂകി വിളിച്ചു. അതായത് വാഴക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് വളഞ്ഞിട്ട് അദ്ദേഹത്തെ കൂകിയത്. പരിശോധിക്കുമത് അടിസ്ഥാനരഹിതമാണോ? തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരു സ്ഥലത്തും ഒരു കോൺഗ്രസ് പ്രവർത്തകരും ശശി തരൂരെ കൂവില്ല. ശശി തരൂര് കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിമാനമാണ്, ഞങ്ങളുടെ അഭിമാനമാണ്. ആ തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിൽ മത്സരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും അഭിമാനമാണ് ശശി തരൂർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി. കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തിലാണ് ശശി തരൂർ ഉള്ളത്. അത് CPMകാരാണ്. അവർ എവിടെ ചെല്ലുമ്പോഴും ഇങ്ങനെ ഇതേപോലത്തെ പരിപാടിയാണ്. ഒന്നിൽ ബോംബുണ്ടാക്കാൻ പറ്റാത്തടുത്ത് കൂകും. ഇത് സ്ഥിരം പരിപാടിയാണ്. അല്ലല്ല, പിന്നെ ഒന്നുമല്ല, നമുക്ക് CPMകാരല്ലാതെ അവർക്കല്ലേ പ്രധാന പരിപാടി. അവരല്ലേ BJPയുടെ ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥി ഉണ്ടോ? തിരുവനന്തപുരത്ത് ഉണ്ടോ? LDF കൺവീനർ പറഞ്ഞേക്കുന്നത് തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയല്ല, മിടുക്കൻ സ്ഥാനാർത്ഥിയാന്ന് പറയുന്നത്. ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉള്ളതുകൊണ്ട് അങ്ങനെ പറയുമോ? അതല്ലല്ലോ. പിണറായി വിജയൻ അറിയാതെ EP ജയരാജൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. നിങ്ങൾ ആരും പിണറായി വിജയനോട് ചോദിച്ചില്ലല്ലോ, ഒറ്റ ആളൊരു ചോദ്യം ചോദിച്ചില്ലല്ലോ പത്രസമ്മേളനം നടത്തിയപ്പോൾ. നിങ്ങൾ ഞങ്ങളോടൊക്കെയല്ലേ ചോദിക്കണ്ടേ? അതായത് EP ജയരാജൻ കേരളത്തിലെ 4 BJP സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരായ സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞിരിക്കുന്നത് LDF കൺവീനർ. അതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് എന്ന് പിണറായി വിജയനോട് ചോദിക്കാൻ നിങ്ങൾ ആരും ധൈര്യം കാട്ടിയില്ലല്ലോ.
എന്നിട്ട് പ്രേമേന്ദ്രൻ അങ്ങനെ പറഞ്ഞില്ലേ, ശശി തരൂർ കൂകിലെന്നൊക്കെ എന്നോട് വന്ന് ചോദിക്കുകയാണ്. നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സമകാലിക വിഷയത്തിൽ അദ്ദേഹം പ്രതികരണം നടത്തുമ്പോൾ പാനൂർ സ്ഫോടനത്തിൽ വലിയ വിമർശനമാണ് CPM-ന് നേരെ ഉന്നയിക്കുന്നത്. ബോംബുണ്ടാക്കിയതും അതിൽ കൊല്ലപ്പെട്ടതും അതിൽ ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതുമെല്ലാം CPM-കാരാണ്. തെരഞ്ഞെടുപ്പ് കാലമായതിനാലാണ് നേതൃത്വം ഇതിനെ തള്ളിപ്പറയുന്നതെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ കൊല്ലപ്പെട്ട ആളുടെ വീട്ടിൽ CPM നേതാക്കൾ സന്ദർശിച്ചതും ഈ ഇര എന്നുള്ള തരത്തിൽ അവരെ വിശേഷിപ്പിക്കുന്നതും ഇത്തരത്തിൽ CPM-മായി അവർക്ക് ബന്ധമുള്ളതുകൊണ്ടാണ് എന്ന തരത്തിൽ വളരെ രൂക്ഷമായ വിമർശനം പാനൂർ സ്ഫോടന വിഷയത്തിൽ CPM-ന് നേരെ വി ഡി സതീശൻ ഉന്നയിക്കുകയായിരുന്നു. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ആരംഭിച്ചതാണ്. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6565 രൂപ, പവന് 52,520 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5495 രൂപ, പവന് 43,960 രൂപ. വെള്ളി ഗ്രാമിന് 88 രൂപ, കിലോഗ്രാമിന് 88,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.